നീ ആ പേരിൽ ജോലിക്കും കൂലിക്കും ഒക്കെ പോവാതിരിക്കുമെന്തോ. ദൈവമേ, അല്ലെങ്കിൽ കുട്ടികൾ അച്ഛന് ചെലവ് കൊടുക്കേണ്ടി വരും. ഒന്ന് പയ്യെ പറ വെച്ചേ. നീ ഇത് കേട്ടാ പിന്നെ ആ ഐഡിയ വർക്കൗട്ട് ആവുന്ന എഴുതി അതിന്റെ പേരിൽ അഭിനയിക്കും. അയ്യോ യേശു, യേശു മറിയണമെങ്കിൽ പിടിച്ചോടേടാ. ഇനി ഇത്ര തന്നെ, ഇനി അങ്ങോട്ട് നൂരൂല. വേഗത്തിൽ നടക്കാനും വയ്യ, നടക്കാനും പറ്റൂല. പിന്നെ ഇത്രയെങ്കിലും നീക്കാൻ പറ്റണല്ലേ, അത് തന്നെ വലിയ ഭാഗ്യം. സീരിയസ് ആയിട്ട് പറയണത് ഇല്ലടി, തമാശ പറയണ. നട്ടലിന്റെ അവസാന ഭാഗത്തുള്ള S4ഉം S3 ആണ് പ്രശ്നം. മക്കൾ അതിനെന്തിനു പറഞ്ഞേ? സാക്രിഫൈസ്. അത് തന്നെ. S4ഉം S3ഉം പോയി, S5 കാണാനേ ഇല്ല. S5 കൊടൈക്കനാലിൽ പോയി. എടാ 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 നീ അധികം ഇളവാതെ. എടാ, ഞാൻ മഹാവൈദ്യന്റെ അടുത്ത് നിന്നവനാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ പോവുകയും ചെയ്തു, അല്ലെങ്കിൽ കൊണ്ട് കാണിക്കായിരുന്നു. പോയടത്തോ കാണാച്ചാ. എനിക്ക് പോടാ, അയാൾ ചത്തുവേടാ. ഭയങ്കര ബിൽഡപ്പ് തന്നെ. ക്യാരക്ടർ എവിടെ പോണത്? ചേട്ടാ, അത്ര വലിയ സീനാണെങ്കിൽ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. സ്കാനിങ്ങിന്റെ ഗീനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. ബാലുവെല്ലാം തൊട്ടറിയുന്നവനാണ്. നീലു, ഇത് എന്താണെന്ന് അറിയാം, പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇനി എന്താ അറിയാൻ, ആവശ്യത്തിൽ കൂടുതലായില്ലേ? ഇടി അതല്ലടി, ഇത് S4ന്റെ S3യുടെ ഇടയിൽ ഒരു ഞരമ്പുണ്ട്. അതിങ്ങനെ ജാമായിട്ട് താഴോട്ട് തളരുമ്പോൾ നീരും വേദനയും, പിന്നെ അത്ര തന്നെ, എണീറ്റ് അടക്കാൻ പറ്റില്ല. പിന്നെ കാല് മുറിക്കേണ്ടി വരുമോ? വാച്ചവിടുന്ന് കാല് മുറിക്കേണ്ടി വരില്ല. തളർന്ന് കിടന്ന് കിടപ്പിലാവും. പിന്നെ ഏതാ നിശ്ചലം. ഭയങ്കര ബിൽഡപ്പ് ആണല്ലോ അത്. ഞാൻ പറഞ്ഞ കാര്യമില്ല ഗൗരി. ചെറിയ കാര്യമൊക്കെ ഉണ്ട് ചേട്ടൻ പറയണേല്. അല്ല, ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു ചോദിച്ചോണ്ടിരിക്കണം. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്ക്. ഇനിയിപ്പം ഒന്നും ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. വിധിയാണെന്ന് കരുതി സമാധാനിക്കാം. ഇനി പിറവ് സൈഡിലോട്ടൊക്കെ ഞാൻ എങ്ങനെ പോണത്? സച്ചറി കൊണ്ടുപോകാം. എടാ, ഞാൻ ഇത്രയും ചെയ്തിട്ട് ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല കേട്ടോ. ഞാൻ കുത്തിരി കരുതിരിക്കാൻ. ചേച്ചി നീ ഒന്നാണ് ഇവിടെ ഇരിക്കണം. ഇവിടെ ഇരിക്കണം. എന്താണ്? എവിടെ? ഇവിടെ ഇരിക്കണാണ് നല്ല. അപ്പൊ അവിടെ ഇരി. ഇനി എണീക്ക്. ഇങ്ങനെ പിടിച്ച് അങ്ങ് ഇരുത്തി. അത്രേ ചെയ്തോളൂ. അതിനാണ് ഈ കാണിക്കണത്. ആര് ആര് നീ എഴി, നീ വേണം, നീ ഇവിടെ ഇരിയടാ. എന്ത്? അച്ഛാ, ഇവനെ പിടിച്ച് അമ്മക്ക് എന്റെ ഉളുക്ക് പോയി. ഇവനോ? ശ്രീ മാമ എന്തോന്ന് കാണിച്ചതളിയാ? മാമ അങ്ങോട്ട് തന്നെ പിടിച്ചുകൊണ്ടുപോയി. അയ്യോ, എന്റെ S4 അവിടെ കിടക്കണം. നോക്ക്, എനിക്ക് വേദന എടുത്ത് സഹിക്കാൻ പറ്റുന്നില്ല. നട്ടലിന്റെ S ഉം 3ഉം പോയി. നിങ്ങളുടെ S5 ഞാൻ അടിച്ചു പൊടിക്കും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.